ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞൊരു ബ്യൂട്ടി ടിപ്സും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഒരുപാട് ചിലവില്ലാത്തത്, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അത് മുഖത്തിന് നല്ല ഗ്ലോ കിട്ടുന്ന ഒരു സിറം. അതാണ് ഫേസ് പാക്ക് ഒന്നുമല്ല. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് ഒത്തിരി നേരമൊക്കെ വെച്ചുകൊണ്ടിരിക്കണമല്ലോ. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒത്തിരി നേരമൊക്കെ മുഖത്തൊക്കെ തൂത്തുകൊണ്ടൊക്കെ ഇരിക്കാൻ മടിയുള്ളവർക്കൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാവരുമൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവരോടും അങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നതിന്. അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പം മറക്കണ്ട, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നൊപ്പം തന്നെ തൊട്ടടുത്ത് ഒരു ബെൽ ബട്ടനും കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് കുറേ ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഹെന്നയുടെ ചെയ്തപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞവരൊക്കെ ഉണ്ടായിരുന്നു, ഹെന്നയുടെ ഇതൊക്കെ അലർജിയൊക്കെ ഉള്ളവർക്ക് അവർക്ക് വേണ്ടി ഒരു ടിപ്സ് ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. അത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. എല്ലാവരും വീഡിയോസ് ഒന്ന് കാണുക, കണ്ട് നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയി കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഇന്നലെ വെച്ച മീൻകറിയാണ്. ഇന്നലെ വൈകിട്ട് വെച്ച മീൻകറിയാണ്. മീൻകറിയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം കപ്പ അത്ര വലിയ നല്ല കപ്പയല്ല കേട്ടോ. ചില കപ്പ നല്ലപോലെ വേദനിക്കുന്നു. ഇപ്പം ഈ മഴയൊക്കെ ആയി വെള്ളമൊക്കെ കയറിയുണ്ടെന്ന് തോന്നുന്നു. കപ്പ അത്ര നല്ല കപ്പയല്ല, ശരിക്കും കുഴയുന്നില്ല അങ്ങോട്ട് ശരിക്കും. അപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കട്ടെ. ഇപ്പോൾ രാവിലത്തെ കാപ്പൂടി എല്ലാം കഴിഞ്ഞിട്ട് ഇനി അച്ഛൻ സ്കൂളിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നു. കണ്ണൻ നേരത്തെ പോയി ട്യൂഷനുള്ളതുകൊണ്ട് അപ്പോൾ അച്ഛനെ വിടാനായിട്ട് ചേട്ടനാണ് പോകുന്നത്. അപ്പോൾ ഇവർ മിക്കപ്പോഴും രാവിലെ ഉണ്ടാക്കുന്ന കാപ്പിയൊക്കെ തന്നെയാണ് സ്കൂളിൽ കൊണ്ടുവന്ന് ചെയ്യുന്നത്. അവർക്ക് ചോറ് കൊണ്ടുവന്നിട്ട് യാതൊരു താല്പര്യമില്ല. അത് കഴിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ രാവിലത്തെ ആ ഒരു തിരക്ക് കാര്യം എന്ന് കാപ്പി ഉണ്ടാക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി ഉച്ചക്കത്തേക്കുള്ളതെല്ലാം റെഡിയാക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ അച്ഛനെ വിട്ടതിന് ശേഷം ഞാൻ പതിയാത്തോട്ട് വരും. അങ്ങനെ രാവിലെ എല്ലാവരും പോയി കഴിഞ്ഞേച്ച് ഇനി നമ്മൾ നമ്മുടെ പരിപാടിയിലേക്ക് തുടങ്ങുവാണേ. അപ്പം ഞാനത് രാവിലെ തന്നെ നമുക്ക് ആ സിറമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. വേറെ ഒന്നും കൊണ്ടല്ലേ, ഇവിടെ എല്ലാവരും വന്നു കഴിഞ്ഞാണ്ടല്ലോ, പിന്നെ ഇവിടെ ഒച്ചയായി ബഹളമായി ടി വി വെപ്പായി അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്കും നമ്മൾ എപ്പോഴും സൗണ്ട് കുറയ്ക്കാതെ മൂട്ടേച്ച് വെക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവർക്കും ഒരു ബുദ്ധിമുട്ട് പോലെ വരും. അതുകൊണ്ട് ഞാൻ ഓർത്തു രാവിലെ ആരില്ലാത്ത സമയത്ത് അതൊക്കെ എങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് സെറ്റാക്കാവേ. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് എന്നതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുന്ന് അത് തീർന്നപ്പോൾ ഒന്നും കൂടെ ചെയ്യുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവർക്കൂടെയൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ച്. പ്രയോജനപ്പെടട്ടെ എന്നല്ല, പ്രയോജനപ്പെടും. അപ്പോൾ നമുക്ക് സൗണ്ടും ബഹളവും ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് എടുക്കാം. ഇപ്പം നോക്കിയാണേ എന്നൊക്കെ പാടുകളാണെന്ന് ഓർത്തണേ. ആൾക്കാരും എല്ലാം പോയി കഴിഞ്ഞ് നമുക്ക് വേണം. എനിക്കിനി പണി കിടക്കുന്നതേ ഉള്ളൂ. എല്ലാം വലിച്ചു വാരി ഇട്ടേച്ചാണ് രാവിലെ സ്കൂളിൽ പോകുന്നവർ. അതെല്ലാം ഇനി ഒന്ന് അടുക്കിപ്പെറുക്കി ഒന്നേന്ന് എനിക്കെല്ലാം ചെയ്യണം. അപ്പം അതിന് മുമ്പ് ഇതൊന്ന് ചെയ്ത് തീർത്ത് വെച്ച് ബാക്കി അടുക്കിപ്പെറുക്കും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അതെന്നാണെന്നുള്ളത് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്നതൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു നല്ലൊരു പാത്രം വേണം. പിന്നെ കറ്റാർവാഴ ജെല്ല്, ഇത് ഞാൻ പുതിയതിപ്പോൾ മേടിച്ചാണേ, പൊട്ടിച്ചിട്ടില്ല, പൊട്ടിക്കണം. പിന്നെ ഇത് കാടിവെള്ളം എന്ന് പറഞ്ഞാൽ അരി കഴുകുന്ന വെള്ളമില്ലേ, ഇത് ഞാൻ പച്ചരി കഴുകിയ വെള്ളമാണ്. ഇപ്പോൾ പച്ചരി കഴുകുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ ഈ പച്ചരി നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 പ്രാവശ്യം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് കുതിർന്ന് കഴിയുമ്പോൾ അത് പിന്നെ കഴുകിയെടുക്കുന്ന വെള്ളമാണ് ഇത്. പിന്നെ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ. ഇത്രയാണ് നമുക്കിതിന് വേണ്ടത്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ചുകൊണ്ട് വരട്ടെ, ഇതിൻ്റെ കവറൊന്ന് പൊട്ടിച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ആദ്യമേ ഒരു സ്പൂൺ ഞാൻ ജെല്ലങ്ങ് എടുത്തതന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ജെല്ല് വേണമെങ്കിൽ പിന്നെയും ചേർക്കാം കേട്ടോ. അപ്പം ഇതിലേക്ക് ഒരു 2 സ്പൂൺ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം കേട്ടോ, കാടിവെള്ളം ചേർത്തു. ഇത് നമുക്കിനി ജെല്ല് ഇതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇതാക്കി എടുത്തേക്കുന്നതേ ഉള്ളൂ. നല്ല ക്രീമാക്കി നമുക്ക് എടുക്കണം. ഇതിലേക്ക് ഇനി നമുക്ക് കറ്റാർവാഴയും പോട്ടെ, ഇവിയോൻ്റെ ടാബ്ലറ്റും കൂടെ പൊട്ടിച്ചൊഴിക്കാം. വൈറ്റമിൻ ഇയുടെ ഞാൻ പിന്നുകൊണ്ട് കുത്തിയാൽ ഇത് വരും, പക്ഷെ നടന്നിട്ടുണ്ടല്ലോ അതിനകത്ത് എയർ ഒരുപാട് ഇതായിട്ടങ്ങ് നിൽക്കുവേ. അതുകൊണ്ട് ഞാനിതുപോലെ ഒരു കത്രി കൊണ്ട്
ഇങ്ങനെ തുമ്പൊന്ന് കട്ട് ചെയ്യും. കത്രിക ശരിയല്ലല്ലോ. ഓക്കെ. പിന്നെ അത് നമുക്കത് മൊത്തം കൂടി ഇങ്ങനെ എടുക്കാൻ പറ്റും. എയർ തിങ്ങി ഇതായിട്ട് നിൽക്കുകയില്ല. ഇതിൻ്റെ 2 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഇച്ചിരി കൂടുതലല്ലേ ഉണ്ടാക്കുന്നത്. ഇന്നാളെ ഞാൻ ഉണ്ടാക്കിയപ്പം കുറച്ചേ ഉണ്ടാക്കിയുള്ളായിരുന്നു. അതുകൊണ്ട് ഒരു ക്യാപ്സൂൾ എടുത്ത്. നിങ്ങൾ കുറച്ചുണ്ടാക്കിയാൽ ഒരെണ്ണം മതി. ഞാൻ പക്ഷേ ഇത് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വെക്കുവാണ്. ഇനി ഇതിലേക്ക് ഇച്ചിരി കൂടെ കറ്റാർവാഴ ചേർക്കണേ. ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. വേറൊന്നും ഇതിനകത്ത് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തപ്പോൾ നമുക്ക് വേണ്ട ഇതുപോലെ കിട്ടും കേട്ടോ. ഇത്രയും തിക്കായിട്ട് ഇത് കിട്ടും. ഞാൻ ആ 2 കറ്റാർവാഴയും കൂടെ ചേർത്തുള്ളൂ. പിന്നെ വേറെ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്താൽ മതി. അന്നേരം നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ബോട്ടിലോട്ട് എടുത്ത് വെച്ചാൽ മതി. അടച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇതിൽ മുഴുവൻ ഞാൻ വടിച്ചെടുത്ത കുപ്പിയിലോട്ടൊന്ന് സെറ്റാക്കട്ടെ. ഇത് കണ്ടോ. അപ്പോൾ അത് മുഴുവൻ ഞാൻ ഇതുപോലൊരു ബോട്ടിലിനകത്താക്കി വെച്ചേ. ഇനി ഇത് ഞാൻ മുഖത്ത് പുരട്ടുന്നതും കൂടെ കാണിച്ചു തരാവേ. അപ്പം നമ്മുടെ സിറമെല്ലാം ഇതിനകത്തോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇത് വൈകിട്ട് കിടക്കാൻ നേരം നമുക്ക് മുഖത്ത് തേച്ചേച്ച് കിടന്നാൽ മതി കേട്ടോ. കഴുകിക്കളയൊന്നും വേണ്ട. വൈകിട്ട് മുഖത്ത് തേച്ചേച്ച് ഇത് മുഖത്തോട്ട് നമുക്ക് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. അതിന് പിന്നെ പറ്റത്തൊന്നുമില്ലെങ്കും. അപ്പം ഞാനിത് എങ്ങനെയാണ് പരട്ടുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞാണ്. പക്ഷേ എനിക്ക് പൗഡർ ഒന്നും ഇട്ടില്ല കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മുഖത്ത് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് ഇതാക്കുന്നേ ഉള്ളൂ. പൊടിയൊന്നുമില്ല. ഞാൻ മുഖത്തെടുത്ത് കാണിച്ചത് ഇതുപോലൊരു ഇതുണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കൈയാണേലും മതി. ഇങ്ങനെ എടുത്തേച്ച് ഇങ്ങനെ പുരട്ടിയാൽ മതി മുഖത്തോട്ട്. ഇതിപ്പം എനിക്ക് ഇങ്ങനൊരു ഫില്ലർ ഉള്ളതുകൊണ്ട് ഇത് കണ്ടോ, ഫില്ലറിനകത്തോട്ട് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ മുഖത്തോട്ട് ഇതാക്കി കൊടുത്താൽ മതി. കാണാമോ? ഇതുണ്ട്, നമ്മൾ കാണാൻ പോലും ഇല്ല. നമുക്ക് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് തന്നിട്ട് കൊടുത്താൽ മതി. മുഖം മുഴുവൻ നമുക്കിത് പുരട്ടാം കേട്ടോ. പുരട്ടി ഒരിച്ചിരി നേരം നമ്മളൊന്ന് ശകലം എടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കണ്ട. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പായ്ക്ക് നമ്മൾ ഇട്ടതിന് ശേഷമാണെങ്കിലും ഉണ്ടല്ലോ, ഇതിങ്ങനെ ചെയ്താലും നമ്മുടെ മുഖത്തിന് നല്ലപോലെ വ്യത്യാസം വരും. നല്ലൊരു ഗ്ലോ കിട്ടും. കണ്ടോ, അതിപ്പോൾ കാണാൻ പോലും ഇല്ല. നല്ലപോലെ മുഖത്തേക്ക് അത് ഇതായി സ്പ്രെഡായി, നല്ലപോലെ സ്പ്രെഡായി. നമ്മൾ ഇനി അതൊന്നും ചെയ്യണ്ട. ഇനി ഇത് കഴുകി കളയൊന്നും വേണ്ട കേട്ടോ. അത് രാവിലെ എണീറ്റ് നമ്മൾ ഇനി മുഖം കഴുകിയാൽ മതി. അല്ലാതെ നമ്മൾ മുഖം ഒന്നും ഇത് കഴുത്തലും ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് കഴുത്തലോട്ടും എല്ലാം ചെയ്യാം. ഇപ്പം ഞാൻ രാവിലെ ആയതുകൊണ്ട് നേരത്തെ വൈകിട്ട് കിടക്കാൻ നേരം നമ്മൾ ഒന്ന് മുഖമൊക്കെ നല്ലോണം ഒന്ന് വാഷ് ചെയ്തേച്ച് കഴുത്തലും എല്ലാം തേച്ച് നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ അത് മുഖത്ത് തിട്ടാന്ന് പോലും പറയത്തില്ല. പക്ഷേ നേരം വെളുക്കുമ്പോണ്ടല്ലോ, നിങ്ങൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് കാണാം മുഖത്തിൻ്റെ ഇവിടെ നല്ലൊരു ഗ്ലോ ആയിട്ട് നമുക്ക് കാണാം. അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ തേച്ചാൽ നമ്മുടെ മുഖത്ത് നല്ല റിസൾട്ട് കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ഇതിന് മുമ്പ് ഞാൻ ഇട്ടതാണ്. അപ്പം അന്ന് അത്രയും ഇതായിട്ടാരും ശ്രദ്ധിച്ചില്ല.
അപ്പം അന്ന് അത് വലുതായിട്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് ഞാൻ വീണ്ടും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടെ ഒക്കെ വേണ്ടിയാണ് ഞാൻ ഇതിട്ടേക്കുന്നത്. നല്ലൊരു ശ്രമമാണിത്. മുഖത്ത് തേച്ചതുകൊണ്ട് ഇപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് തേച്ചതെല്ലാം അത് ഉണങ്ങിയിട്ടുണ്ട്. നല്ലപോലെ അത് ഉണങ്ങിക്കോളും. നമ്മൾ ആയിട്ട് കിടക്കുന്നതിന് മുമ്പ് ചെയ്താൽ മതി. എണ്ണയാണെങ്കിൽ മുഖം നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എണ്ണയുള്ള മുഖത്തിനായിട്ട്. പിന്നെ ഇപ്പം ചിലരൊക്കെ വൈകുന്നേരം ഓരോ പാക്കൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ ഇട്ടതിന് ശേഷം ഇത് മുഖത്തിട്ടാലും കുഴപ്പമില്ല കേട്ടോ. മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. നേരം വെളുക്കുമ്പോഴാണ് നമുക്ക് ഇത് റിസൾട്ട് അറിയുമ്പോൾ. നേരം വെളുക്കുമ്പോൾ നിങ്ങൾ മുഖം കഴുകാതെ കണ്ണുകളിൽ നോക്കിയാൽ മതി. മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂ ആയിട്ട് കുറേ ദിവസം പരട്ടണം കേട്ടോ. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് പരട്ടിച്ച് അയ്യോ ഇത് ഭയങ്കര ഗ്ലോ കിട്ടിയില്ല എന്നുള്ളതല്ല. നിങ്ങൾ ഒരാഴ്ചയെങ്കിലും ഇത് പരട്ടി നോക്കിയാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. കാര്യം എന്നാന്ന് വെച്ചാൽ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ അതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോഴത്തേക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. ചിലർ ചോദിക്കും എന്നത്തിന് ഇതിന് മാത്രം കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞ് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ചിലർക്ക് ക്ഷമയില്ല. ക്ഷമയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിലെ വിശേഷം എല്ലാം കൂടെ ചേർത്തുള്ള വീഡിയോസ് കാണാൻ താല്പര്യം. ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഇടുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ളവരുടെ ആഗ്രഹത്തിന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടേ, അല്ലാതെ ഒരാളുടെ മാത്രം ഇഷ്ടത്തിനല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. അപ്പം മറക്കണ്ട, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ബെൽ ബട്ടൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും മറന്നു പോകല്ല്. അതെല്ലാം നിങ്ങളൊന്ന് അതുപോലൊന്ന് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാവേ. പുതുതായിട്ട് വരുന്ന എല്ലാ സബ്സ്ക്രൈബർക്കും പിന്നെ നമ്മളെ നേരത്തെ മുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ചാനലിനെ ഇത്രയും ഇതാക്കി തന്നതിന് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ നമ്മുടെ ഗീത ചേച്ചി ഇടയ്ക്കൊന്ന് വന്നായിരുന്നു, സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റൽ വാസമൊക്കെ ആയിരുന്നു പറഞ്ഞ് ചേച്ചി സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ചേച്ചി കമൻറ്റ് ഇട്ടില്ലെങ്കിലും ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയാറുണ്ട്. നമ്മൾ നേരത്തെ മുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ മറക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയാണ്. വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.